നിങ്ങളൊരു പുതിയ കാറ് അല്ലെങ്കിൽ ഒരു പുതിയ 2 വീലർ സ്കൂട്ടറോ ബൈക്കോ ഏതെങ്കിലും വാങ്ങാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യം നിർബന്ധമായും ഓർത്ത് വെച്ചോളൂ. നിങ്ങൾ വാങ്ങാൻ പോകുന്ന വാഹനം കാറായാലും ബൈക്കായാലും സ്കൂട്ടറായാലും അതെടുക്കാൻ പോകുന്നതിന് മുന്നേ അതിൻ്റെ വേരിയൻറ്റുകൾ, അതായത് ടോപ്പ് വേരിയൻറ്റ്, സെക്കൻഡ് വേരിയൻറ്റ്, ബേസ് വേരിയൻറ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് വേരിയൻ്റ് ഉണ്ടാവും. ചില കാറുകളൊക്കെ 10-16 വേരിയൻ്റാണ്. ഇപ്പോൾ മാരുതിയിലൊക്കെ ആണെങ്കിൽ ഒരു 3-4 വേരിയൻ്റേ ഉള്ളൂ. അതുപോലെ സ്കൂട്ടേഴ്സിന് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ആക്സസ് എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ എനിക്ക് 4-5 വേരിയൻ്റ് ആക്സസിനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വാഹനം എടുക്കാൻ പോകുമ്പോൾ ഏതൊക്കെ വേരിയൻ്റ് ഉണ്ട്, ആ വേരിയൻറ്റിലേക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കി വെക്കുക. അല്ലാതെ നമ്മൾ നേരെ ഷോറൂമിൽ കയറി ചെന്നാൽ നമ്മളെ മിക്കവാറും അവർ കാണിക്കാൻ പോകുന്നത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിരിക്കും. ഇതിനെപ്പറ്റി അറിവില്ലാത്ത ഒരാളാണെങ്കിൽ നേരെ പോകുന്നു, ടോപ്പ് വേരിയൻ്റ് കാണുന്നു, ഇഷ്ടപ്പെടുന്നു, വാങ്ങുന്നു. അതിനുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ജന്മത്ത് ഉപയോഗിക്കാൻ പോകുന്നില്ല, വെറുതെ പൈസ കളഞ്ഞു പോവുക മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഒരു പുതിയ വാഹനം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ നിർബന്ധമായും വേരിയൻറ്റുകളെക്കുറിച്ച് മനസ്സിലാക്കുക, ഫീച്ചേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുക, ആവശ്യമുള്ള ഫീച്ചേഴ്സുള്ള വണ്ടി മാത്രം വാങ്ങുക.